തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ വിജയ് ഇതാ സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറെടുക്കുകയാണ്. രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകാൻ പോകുന്നത്. നാളെ സത്യപ്രതിജ്ഞ നടക്കും എന്നതാണ് വിവരം. വിജയ്ക്കൊപ്പം 9 അംഗങ്ങൾ കൂടി സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, കൃത്യമായ ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല TVKക്ക്. അപ്പോഴും കോൺഗ്രസിൻ്റെ പിന്തുണ, അതോടൊപ്പം തന്നെ DMKയുടെ ഭാഗമായിരുന്നവരുടെ പിന്തുണ, ഇത്തരം പിന്തുണകൾ ആണ് ഏറ്റവും പ്രധാനമായി മാറുന്നത്. അതിൽ തന്നെ ഈ കോൺഗ്രസിൻ്റെ പിന്തുണ വലിയ കൗതുകകരമാകുന്ന ഒന്നാണ്. അവിടെ ഇതാ KC വേണുഗോപാൽ ഈ വിഷയത്തിലുള്ള പ്രതികരണം നടത്തിയിരുന്നു. ഇപ്പോഴും അത് ചർച്ചയായി തുടരുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. ആദ്യം KC വേണുഗോപാൽ എന്താണ് പറഞ്ഞത് എന്നത് കേൾക്കാം. Discuss about the Tamil Nadu political situation. Basically, post-election scenario. Honorable Congress President Mallikarjuna Kharge ji, LOP Lok Sabha Rahul Gandhi ji, in charge Girish Chodhankar ji was there. The President of TVK, T.D. Vijay, has requested the INC for support to form a government in Tamil Nadu. INC is clear that the mandate in Tamil Nadu is for a secular government committed to protecting the constitution in letter and spirit. The INC is determined not to have the BJP and the proxies run the government of Tamil Nadu in any manner. Thiri Vijay has spoken about drawing inspiration from Perum Thalaivar Kamaraj also. Accordingly, the Congress leadership has directed the TNCC to take a final decision on T.D. Vijay's request, keeping in view the sentiments of the state reflected in the electoral verdict. യെസ്, TG സജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, ചടുലമായ നീക്കമാണ് ഇപ്പോൾ വിജയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം എത്രയും പെട്ടെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക, അധികാരത്തിലേറുക. അധികാരത്തിലിരിക്കുമ്പോൾ കിട്ടുന്ന പവർ മറ്റൊന്നുകൂടിയാണ്. ഒരു പക്ഷേ കൂടുതൽ ആളുകളെ അടുപ്പിച്ച് നിർത്താൻ സാധിക്കാം, മറ്റ് മുന്നണികളിൽ നിന്ന് അടർത്തിയെടുക്കാൻ സാധിക്കാം. അത്തരം നീക്കങ്ങളൊക്കെ നടക്കുമ്പോഴും പിക്ചർ ഇപ്പോഴും ക്ലിയർ ആയിട്ടുണ്ടോ സൈറ്റ്? പൂർണ്ണമായൊരു ചിത്രം ആയിട്ടില്ല അഭിലാഷ്. എന്നിരുന്നാൽ കൂടിയും ചിത്രം നാളെ തന്നെ സത്യപ്രതിജ്ഞ നടക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. 2-3 കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഒന്ന്, കേരളത്തിൻ്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തന്നെയാണ് തമിഴ്നാടിൻ്റെയും തൽക്കാലം ചുമതലയിലുള്ളത്. അദ്ദേഹം 12 മണിക്ക് ഇന്ന് ചെന്നൈയിലേക്ക് എത്തുകയാണ്. അതായത് ഗവർണറുമായി TVKയുടെ നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹം ലോക് ഭവനിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും TVK നേതാക്കൾ അദ്ദേഹത്തെ കാണും. നാളെ തന്നെ സത്യപ്രതിജ്ഞയ്ക്കാണ്. ഇതിനകം തന്നെ ചെന്നൈയിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, പന്തലിൻ്റെ നിർമ്മാണം അടക്കം ആരംഭിച്ചിട്ടുണ്ട്. നാളെ തന്നെ വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. അതിൻ്റെ നീക്കങ്ങളാണ് നടക്കുന്നത്. ഇനി കേവല ഭൂരിപക്ഷം എങ്ങനെ തികയ്ക്കുമെന്ന ചോദ്യത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് എന്തായാലും ഇതിൽ പിന്തുണ നൽകും, TVKയ്ക്ക് പിന്തുണ നൽകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു തമിഴ്നാട്ടിലെ ഒരു അവസരം കൂടിയാണ്. കാരണം അവരെ സംബന്ധിച്ച് DMK മുന്നണിയുടെ ഭാഗമാണെങ്കിൽ കൂടിയും മന്ത്രിസഭയിൽ അവർക്ക് പരിഗണനയുണ്ടായില്ല, അവസരമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദേശീയ പ്രാധാന്യമുള്ള കക്ഷി എന്ന നിലയിൽ കൂടിയും TVKയുമായി ഒരു പുതിയ അലയൻസിലുള്ള നീക്കമായി കൂടി കോൺഗ്രസ് ഇതിനെ കാണുന്നു എന്ന് കരുതാം. അങ്ങനെയെങ്കിൽ വരുംകാല തെരഞ്ഞെടുപ്പുകളടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പുതിയ നീക്കം, അതുകൊണ്ടുകൂടിയാവാം കോൺഗ്രസിന്റെ ഈ നീക്കത്തിന്റെ പ്രസക്തി. അങ്ങനെ TVKയ്ക്ക് പിന്തുണ നൽകുന്നു. ബദലായി അവർ മുന്നോട്ട് വെച്ച അവിടെ ഉണ്ടാകുന്ന ഒരു സംശയം സഹിත ഇപ്പോൾ തന്നെ DMK അതിന് രൂക്ഷമായ ഭാഷയിൽ എതിർക്കുകയാണ്, പിന്നിൽ നിന്ന് കുത്തുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. ഒപ്പം വിജയ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യം നന്ദി പറഞ്ഞത് മോദിക്കാണ്. അങ്ങനെയുള്ള വിജയ് എങ്ങനെയാണ് പിന്തുണയ്ക്കാൻ സാധിക്കുക? DMKയുടെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിന് 5 MLAമാർ ഉണ്ടായത്. ഇങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ കൂടിയാണ് ഉണ്ടായത് DMKയുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അത് ദേശീയ തലത്തിലും ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ കൂടി ബാധിക്കാൻ സാധ്യതയില്ലേ സജിത്ത്? അഭിലാഷ്, ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അവിടെ കോൺഗ്രസിൻ്റെ തമിഴ്നാട്ടിലെ ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ 5 സീറ്റിലെ വിജയം വലിയ ആഘോഷമാണ്. അതിനപ്പുറം കോൺഗ്രസിന് കൂടി പരിഗണന കിട്ടുന്ന ഒരു ഗവൺമെൻറ് ഫോർമേഷൻ എന്ന രീതിയിലേക്ക് വന്നതോടുകൂടി തങ്ങളുടെ വിജയം എന്ന രീതിയിൽ കൂടി കോൺഗ്രസ് അത് ഏറ്റെടുക്കുന്നു എന്നാണ് ആ ദൃശ്യങ്ങൾ. അവർ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അടക്കം മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച ആഘോഷമാണ്. അഭിലാഷ് സൂചിപ്പിച്ച വിഷയത്തിലേക്ക് വരുമ്പോൾ ദേശീയ തലത്തിൽ വളരെ
ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു നീക്കമാവും തമിഴ്നാട്ടിൽ നടക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ കോൺഗ്രസ് ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രണ്ട് സാഹചര്യങ്ങളാണ്. ഒന്ന് പക്ഷേ DMK-യുമായി ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായാൽ പോലും ഈ ഒരു നീക്കം തമിഴ്നാട്ടിൽ നടത്തുന്നതിന് കാരണം അതല്ലെങ്കിൽ BJP ഈ സാധ്യതയെ ഉപയോഗപ്പെടുത്തിയേക്കാം എന്നതും മുന്നിൽ കണ്ടുകൂടിയാണ് ഈ നീക്കമെന്ന് മനസ്സിലാക്കാം. അതായത് ഭാവിയിൽ BJP അതിനെ പൂർണ്ണമായും വിജയുടെ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്ന രീതി ഉണ്ടാവാം. ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരവസ്ഥ തമിഴ്നാട്ടിലുണ്ടായാൽ ഒന്നുകിൽ വീണ്ടും റീഎലക്ഷൻ വേണ്ടി വരും, അതല്ലെങ്കിൽ കേന്ദ്രഭരണം പോലെയുള്ള പുതിയ രാഷ്ട്രപതി ഭരണം പോലെയുള്ള പുതിയ നീക്കങ്ങൾ പോലും ഉണ്ടായേക്കാം. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിന് വിട്ടുകൊടുക്കാതെ ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുക എന്ന നീക്കമാവാം കോൺഗ്രസ് ഇതിലുണ്ടാവുക. ഒരുപക്ഷേ DMK പോലും നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ചില ആലോചനകളിലേക്ക് കടക്കുന്നു എന്ന സൂചനകൾ പോലും പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. വിജയ് സർക്കാർ ഉണ്ടാക്കുക എന്ന തീരുമാനത്തിലേക്ക് അടുത്തു കഴിഞ്ഞു. അദ്ദേഹം അതിൻ്റെ പ്രഖ്യാപനം നടത്താനാണ് ഇനി പോകുന്നത്. 12 മണിക്ക് വിജയ് അദ്ദേഹത്തിൻ്റെ പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ ചില സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. വിജയ് കോൺഗ്രസിന് പുറമെ മറ്റ് VCK ഒപ്പം തന്നെ ഇടത് കക്ഷികളുടെ അടക്കം പിന്തുണ തേടിയിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ അവരുടെ പിന്തുണ കൂടി കിട്ടുമ്പോൾ സ്വാഭാവികമായും കേവല ഭൂരിപക്ഷം തികയ്ക്കാനുമാകും. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു നീക്കമല്ലേ എന്ന സാഹചര്യം സ്വാഭാവികമായും ഉണ്ടാകുമെങ്കിൽ കൂടിയും തമിഴ്നാട്ടിലെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ടൊരു നീക്കം ഒരുപക്ഷെ സ്റ്റാലിനുമായി കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ ആശയവിനിമയങ്ങൾ ഒരുപക്ഷെ നടത്തിയേക്കാം. അതല്ലെങ്കിൽ ദേശീയ തലത്തിൽ ചില നഷ്ടങ്ങൾ ഉണ്ടായാൽ പോലും ഈ നീക്കത്തിനാവാം കോൺഗ്രസ് ഒരുപക്ഷെ സാധ്യത കാണുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ പിന്തുണ ഇപ്പോൾ തൽക്കാലം TVK-ക്കൊപ്പം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഇന്നലെ തന്നെ KC വേണുഗോപാൽ അതിന്റെ സൂചന നൽകിയിരുന്നു. മാത്രമല്ല തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ ഘടകത്തിന്റെ പൂർണ്ണമായ ആവശ്യം TVK-ക്ക് പിന്തുണ നൽകണമെന്ന് തന്നെയാണ്. യെസ്, അതായത് അങ്ങേയറ്റം നാടകീയമാകുന്ന നീക്കങ്ങൾ എന്ന് തന്നെ പറയാം. ഒരുതരം സിനിമാ കഥയെപ്പോലെ തന്നെയായിരുന്നു, ആ സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലായിരുന്നു വിജയുടെ വരവ് എന്നതാണ് എടുത്തു പറയേണ്ടത്. നിരവധി സിനിമകളിൽ നായകവേഷം അണിഞ്ഞിട്ടുള്ള വിജയ് ഇപ്പോഴിതാ യഥാർത്ഥത്തിൽ തമിഴ്നാടിൻ്റെ നായകനാകാൻ പോകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.